വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബിൽദദ് വീണ്ടും സംസാരിക്കുന്നു. അവൻ ദുഷ്ടരുടെ വിധിയെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ വിവരിക്കുന്നു. അവരുടെ വെളിച്ചം അന്ധകാരമാകുന്നു, അവരുടെ വാസസ്ഥലം നശിക്കുന്നു, അവരുടെ പേരുമായുന്നു. ബിൽദദ് ദുഷ്ടരുടെ നാശം ഇയ്യോബിൻ്റെ അവസ്ഥയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിലൂടെ ദൈവത്തിൻ്റെ നീതിയും ശിക്ഷയും അവൻ ഉന്നയിക്കുന്നു. ജോബ് തൻ്റെ സുഹൃത്തുക്കളോട് താൻ അനുഭവിക്കുന്ന വേദനയും അവരാൽ ലഭിക്കുന്ന നിരന്തരമായ നിന്ദയും തുറന്നു പറയുന്നു. ദൈവം തന്നെ ഉപേക്ഷിച്ചുവെന്ന് തോന്നുമ്പോഴും അവൻ തൻ്റെ രക്ഷകൻ ജീവിച്ചിരിക്കുന്നു എന്ന ഉറച്ച വിശ്വാസം പ്രകടിപ്പിക്കുന്നു. മരണത്തിന് ശേഷവും ദൈവത്തെ കാണുമെന്ന പ്രത്യാശ ജോബിൻ്റെ ആത്മീയ ദൃഢതയെ തെളിയിക്കുന്നു. എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും. മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. എൻ്റെ ഹൃദയം തളരുന്നു. ജോബ് 19 അധ്യായം 26-27 തിരുവചനങ്ങൾ. സോഫാർ വീണ്ടും സംസാരിക്കുന്നു. ജോബിൻ്റെ നിരപരാധിത്വം അവൻ അംഗീകരിക്കുന്നില്ല. സോഫാർ ദുഷ്ടരുടെ താൽക്കാലിക വിജയവും അതിൻ്റെ അവസാനത്തെ നാശവും വിശദീകരിക്കുന്നു. ദുഷ്ടൻ സമ്പത്ത് സമ്പാദിച്ചാലും അത് ദീർഘകാലം നിലനിൽക്കുകയില്ല. ദൈവം അവനെ ശിക്ഷിക്കും. അവൻ്റെ സന്താനങ്ങൾ നശിക്കും, അവൻ്റെ പേരുമായും. അവൻ ഭയത്തിലും അന്ധകാരത്തിലും കഴിയും. സോഫാർ ദൈവത്തിൻ്റെ നീതിയെ ശക്തമായി ഉന്നയിക്കുന്നു. എന്നാൽ അത് ജോബിൻ്റെ അവസ്ഥയുമായി തെറ്റായ രീതിയിൽ ബന്ധിപ്പിക്കുന്നു. ജോബ് തൻ്റെ സുഹൃത്തുക്കളോട് ദുഷ്ടരുടെ ജീവിതത്തെക്കുറിച്ച് നിരീക്ഷണം പങ്കുവയ്ക്കുന്നു. ദുഷ്ടർ സമ്പന്നരാകുന്നു, അവരുടെ സന്താനങ്ങൾ വളരുന്നു, അവരുടെ വീടുകൾ സുരക്ഷിതമാണ്. അവർ ദൈവത്തെ തള്ളുന്നു, എന്നിട്ടും ശിക്ഷ അനുഭവിക്കുന്നില്ല. ജോബ് ചോദിക്കുന്നു, ദൈവം എവിടെ? നീതി എവിടെ? ഇവിടെ മനുഷ്യൻ്റെ വേദനയും ദൈവത്തിൻ്റെ പ്രവർത്തന രീതിയിലേക്കുള്ള ആകാംക്ഷയും പ്രതിഫലിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.